ഹായ് ഓൾ. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ നടന്നു തുടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന, ഞാൻ മനസ്സിലാക്കിയ, ഞാൻ കേട്ടും വായിച്ചും മനസ്സിലാക്കിയ ഒരു വലിയ വിപത്തിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ടോപ്പിക് ഒന്നുമല്ല. പല ആളുകൾ ഓൾറെഡി പല വീഡിയോകളിലും പല ചാനൽ ചർച്ചകളിലും ഇരുന്ന് സംസാരിച്ച്, എന്നാൽ പല ആളുകളും ഗൗരവമായി എടുക്കേണ്ട പല ആളുകളും അതിന് നിസാരം എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞ ഒരു മാറ്ററാണത്. അപ്പം നിങ്ങൾ ഓൾറെഡി തമ്മിലൊക്കെ കണ്ടു കാണും ഈ വിഷയത്തിന്റെ സബ്ജക്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ പോലെയുള്ള ലോകം കണ്ട, പല രാജ്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും അങ്ങനെ കുറച്ച് ആളുകളും കൂടെ ഇരുന്ന് ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന വിഷയം വേറൊന്നുമല്ല, യുവാക്കൾക്ക് വേണ്ടാതാകുന്ന കേരളം എന്നുള്ളതാണ് ടോപ്പിക്. അപ്പൊ ഈ പേരിലുള്ള അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധമായ പേരിലുള്ള ഒരുപാട് വിഷയങ്ങൾ പല ആളുകൾ പല രീതിയിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന് യാതൊരു റിസൾട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എനിക്ക് ഇത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞ് ഒരു കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇനി അതുമല്ല നിങ്ങളൊരു പേരന്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഈ പറയുന്ന ഒരു ഹയർ എഡ്യൂക്കേഷനിലേക്ക് കിടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹയർ എഡ്യൂക്കേഷന്റെ ലെവലിൽ പഠിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇന്നുമല്ല നിങ്ങൾ ജസ്റ്റ് ഈ സാമൂഹികപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരു എന്തൂസിയാറ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇനി അതല്ല അങ്ങനെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന ആ ഡിസ്കഷൻ എന്ന് പറയുന്നത് യുവാക്കൾക്ക് വേണ്ടാതാകുന്ന കേരളമാണ് അവരുടെ ടോപ്പിക്. അപ്പൊ ഞാൻ ആ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ നിങ്ങൾ പലരും, എനിക്ക് തോന്നുന്നത് 70,000 ആൾക്കാർ ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ 70,000 എന്നൊക്കെ പറയുന്നത് സ്റ്റിൽ എ സ്മോൾ നമ്പർ ആണ് അല്ലെ. 3-3.5 കോടി ആൾക്കാരുണ്ട് കേരളത്തിൽ. അപ്പൊ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അതും ഒരു 1.5 മണിക്കൂർ എങ്ങാണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ അത് ഒന്ന് കണ്ടു നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോയിലെ കുറച്ച് പ്രശസ്ത ഭാഗങ്ങൾ എടുത്തുകൊണ്ട് എന്റെയും കൂടെ അഭിപ്രായം സമന്വയിപ്പിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത കാലത്ത് 2023 എൻ്റെ സുഹൃത്തുക്കളായ മുരളി തുമാരക്കുടിയും നീരജ ജാനകിയും ചേർന്ന് നടത്തിയ ഒരു സർവേയുടെ ചില ഡാറ്റകൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഈ ഡാറ്റകൾ മുൻനിർത്തി മാത്രമല്ല ഈ ചർച്ച പോവുക, പക്ഷേ ഈ ഡാറ്റകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ പൊതുബോധത്തെ ഒന്ന് ഉറപ്പിക്കാൻ സഹായിക്കുമെന്നുകൊണ്ട് ഞാൻ ആ ഡാറ്റ ഒരു 10 മിനിറ്റിൽ പ്രസന്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ വിഷയത്തിലേക്ക് കടക്കുകയും. ഓക്കെ, അപ്പൊ ഇവിടെ ഇവര് ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ, നിങ്ങൾ കേട്ടതാണ്, ഡാറ്റ വെച്ചിട്ടാണ് പറയുന്നത്. സർവേ നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം അല്ലെങ്കിൽ 3000-ന് താഴെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് മുരളി തുമ്മാരൻകുടി പോലെയുള്ള, നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ വിശ്വാസയോഗ്യരായ ആൾക്കാർ നടത്തിയ ഒരു സർവേയുടെ ഡേറ്റ കൂടെ അവർ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അത് മുഴുവൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. ഞാൻ അതിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളോട് പെട്ടെന്ന് പറഞ്ഞു കേൾപ്പിക്കാം. അപ്പൊ ഈ ഡേറ്റ പറയുന്നത് ഇങ്ങനെയാണ്. ഇവർ ഏകദേശം 2700-ഓളം സ്റ്റുഡൻസ് മാത്രമല്ല, ആ പറയുന്നതിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അതുപോലെ അവരുടെ പേരൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമന്വയിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയും പേരൻസിന്റെയും കൂടെ അഭിപ്രായമാണ് ഈ 2700-ഓളം ആളുകളുടെ ഡേറ്റ എന്ന് പറയുന്നത്. 70% ആൾക്കാർ ആ സർവേയിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു അവർക്ക് കേരളം വിട്ടുപോകണം. ബാക്കി 30% ആൾക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷെ 70% വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും കേരളത്തിൽ നിന്ന് അവരുടെ കുട്ടികൾ പുറത്തുപോയി പഠിക്കണം എന്നാണ് താല്പര്യം. ഓക്കെ, അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞത്, അപ്പൊ നമുക്ക് ഈ 70% അതൊരു മെജോറിറ്റി ആയിട്ടുള്ള സംഖ്യയാണ്. ബാക്കി 30% ആൾക്കാർക്ക് ഇവിടെ പഠിക്കണം എന്നുള്ള ആണ് ആഗ്രഹം. നല്ല കാര്യം. ഈ 70% എന്തുകൊണ്ട് ഇത് പറഞ്ഞു, എന്തുകൊണ്ടാണ് അവർക്ക് പുറത്തുപോയി പഠിക്കേണ്ടത് എന്നുള്ള അതിന്റെ സൈഡ് അല്ലെങ്കിൽ സബ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമല്ലോ. അപ്പൊ അതിൽ അവർ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്. അതിലൊരു ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത്, അതിൽ പല പെർസെന്റേജ് ആയിട്ടാണെങ്കിൽ ഞാൻ അതിന്റെ മൊത്തത്തിലുള്ള ഒരു കണക്ക് പറയാണ്. കുറെ ആളുകൾ പറഞ്ഞത് അവർക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകണം. അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ പറഞ്ഞു അതിന്റെ കാരണമൊന്നുമല്ല, അവർക്ക് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആണ്. രണ്ടാമത് അവർ പറഞ്ഞ റീസൺ ബെറ്റർ ലൈഫ് സ്റ്റൈൽ ചോയ്സ് ആണ്. മൂന്നാമത് കൾച്ചറൽ ഓപ്പൺനെസ് ആണ്. ഓക്കെ, ഇനി ലെസ് സോഷ്യൽ കൺട്രോള്, ബെറ്റർ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് എംപ്ലോയിഡ്, പുവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്റ്റുഡൻസ്, അതുപോലെ പുവർ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ബ്യൂറോക്രസി, നമുക്കത് കുറച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്, നമുക്ക് അതിലേക്ക് പിന്നെ വരാം. അതുപോലെ ക്യാമ്പസ് പൊളിറ്റിക്സ്. ഓക്കെ,
ക്യാമ്പസ് പൊളിറ്റിക്സിനെ പറ്റിയും നമുക്ക് ഒരുപാട് ഈ വീഡിയോയുടെ ഇടയ്ക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇതാണ് ഇവര് പ്രധാനമായിട്ട് പറഞ്ഞത്. 70% ആൾക്കാർ എന്തിനു പുറത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പം അവർ പ്രധാനമായിട്ട് പറഞ്ഞ പോയിന്റ്സ്. 50% ക്യാമ്പസ് പൊളിറ്റിക്സ്. ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് അവർക്ക്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നു, അത് ഞാൻ പറയുന്ന ആശയം ഞാൻ പലരോടും പറയാറുണ്ട്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്ന പലരോടും ഞാൻ ചോദിക്കാറുണ്ട്. മംഗലാപുരം, കോയമ്പത്തൂർ, നാഗർകോവിൽ 3 അതിർത്തി പട്ടണങ്ങൾ കേരളത്തിലുണ്ട്. ഈ 3 അതിർത്തി പട്ടണങ്ങളിൽ ചുരുങ്ങിയത് ഒരു 15,000 മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ 3 പട്ടണങ്ങളിൽ മാത്രം. ഈ മംഗലാപുരത്തു നിന്നോ അല്ലെ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒരൊറ്റ കുട്ടി കേരളത്തിൽ പഠിക്കാൻ വരുന്നില്ല. കേട്ടുവാണല്ലോ, ഡേറ്റ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും പലർക്കും പുച്ഛമാണ്. കേരളം നമ്പർ 1 ആണല്ലോ. ഈ സ്റ്റേറ്റുകളൊക്കെ മോശം സ്റ്റേറ്റുകളാണെന്ന് ഉള്ള ഒരു മനസ്സിലിരിപ്പ് പല മലയാളികൾക്കും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ചില പാർട്ടി ഭക്തന്മാർക്കെങ്കിലും ആ കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും പഠിക്കാൻ പോയത് ലക്ഷക്കണക്കിനായ ആൾക്കാരാണ്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്. അതൊരു ഡേറ്റ വെച്ചിട്ടാണ്. ഇത് ഡേറ്റയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മളുടെ സുഹൃത്തുക്കള്, നമ്മളുടെ ബന്ധുക്കളുടെയും റിലേറ്റീവ്സിന്റെ ഒക്കെ വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവരിൽ പലരുടെ കുട്ടികളും പഠിക്കുന്നത് നഴ്സിംഗ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഒക്കെ പഠിക്കുന്നത് പുറത്ത് തന്നെയാണ്. അത് ഡേറ്റ എടുക്കാതെയൊക്കെ പറയാം. പക്ഷെ എന്നാലും ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിൽ ഡേറ്റയുടെ പിൻബലം വേണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനിത് കാണിച്ചത്. അതല്ലാതെ സാമാന്യ ബോധമുള്ള ആൾക്കാർക്കൊന്നും ഇതിൽ സംശയം ഉണ്ടെന്ന് ഞാൻ എന്തായാലും കരുതുന്നില്ല. അപ്പം അത് അങ്ങനെ ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ചില ആൾക്കാർക്ക് പറയാം, അതിനിപ്പോ എന്താ, പിള്ളേർക്ക് ഇഷ്ടമുള്ളടത്ത് പോയി പഠിക്കാൻ പോട്ടെ. ഓക്കെ, അങ്ങനെ ചോദിക്കുന്ന ന്യായം പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നമുക്ക് തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഈ പറയുന്ന കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കർണാടക തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വിദ്യാർത്ഥികളൊന്നും പഠിക്കാൻ വരാത്തത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുള്ള നാച്ചുറലി കുന്നും മലകളും പുഴകളും ഒക്കെ ഉള്ള വളരെ നല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് സ്വയം വിളിച്ച് അഭിമാനിക്കുന്ന മലയാളികളുടെ ഈ നാട്ടിലേക്ക് എന്തുകൊണ്ട് ഈ സ്റ്റുഡൻസ് പഠിക്കാൻ വരുന്നില്ല? ഇങ്ങനെ ഒരു ചോദ്യം സാമാന്യ ബോധത്തോടെ ഇരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല, അല്ലെ? അതൊരു വസ്തുതയും കൂടിയാണ്. ഇനി എങ്ങനെയുള്ള കുറച്ച് പിള്ളേർ എവിടെ കാണും, കുസാറ്റുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കോളേജുകളിലൊക്കെ കാണും. കാരണം ഓൾ ഇന്ത്യ എൻട്രൻസ് ഒക്കെ എഴുതി റാങ്ക് കിട്ടിയപ്പോൾ ചിലപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയത് അങ്ങനെയുള്ള കോളേജിലായതുകൊണ്ട് അവിടെ വന്ന് പഠിക്കുന്ന കുറച്ച് വിരലിൽ എണ്ണാവുന്ന കുട്ടികൾ ഉണ്ട് എന്നല്ലാതെ സ്വയമേ എടുത്ത തീരുമാനത്താൽ കേരളത്തിൽ വന്ന് പഠിക്കുന്ന ഒരു കർണാടകക്കാരനെയും കാണില്ല, തമിഴ്നാട്ടുകാരനെയും കാണില്ല, ഡൽഹിക്കാരനെയും കാണില്ല, ഒരു സ്റ്റേറ്റിൽ നിന്നും കാണില്ല. അതാണ് വസ്തുത. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണത്. അതിന് ഡേറ്റ പോയിന്റിന്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. കുസാറ്റിലും NIT-ലും ഓൾ ഇന്ത്യ എൻട്രൻസിൽ അഡ്മിഷൻ കിട്ടി വരുന്ന 50-60 കുട്ടികൾ ഒഴിച്ചാൽ, അല്ലെങ്കിൽ 200-100 കുട്ടികൾ ഒഴിച്ചാൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു കുട്ടിയും വരുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഒരു വലിയ കുമളയാണ്. അപ്പോ ഈ രണ്ട് ഫാക്ട് നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, പുറത്തുനിന്ന് ആരും കേരളത്തിലേക്ക് വരുന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയട്ടെ, ഇവരിൽ ഇതൊന്നും പറയുന്നില്ല. കാരണം ഒരു ഓപ്പൺ സ്റ്റേഡിയത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഓപ്പൺ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു ഇതിലിരുന്നുകൊണ്ട് പറയാനൊക്കെ കുറച്ച് പേടിക്കും. പക്ഷെ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഷിറ്റായി മാറിക്കഴിഞ്ഞു. ഒന്നിനും കൊള്ളാത്ത, ഒരു കോമ്പറ്റീറ്റീവായിട്ട് ഒരു എഡ്ജും ഇല്ലാത്ത, അല്ലെങ്കിൽ പൊളിറ്റിക്സ് കയറി നിരങ്ങി നശിപ്പിച്ച ഒരു സംവിധാനമായി മാറി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം. ഈ സ്കൂളുകളിലെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം കുറച്ച് കുറവാണല്ലോ, 10ാം ക്ലാസ്സിന് താഴെട്ടൊക്കെ ഉള്ളതുകൊണ്ട് അതിങ്ങനെയൊക്കെ അങ്ങ് നിന്ന് പോകുന്നു എന്ന് മാത്രം. പക്ഷെ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവന്മാർ കയറി നിരങ്ങി നശിപ്പിച്ചു. നിങ്ങളൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ ക്യാമ്പസ് പൊളിറ്റിക്സിനെയൊക്കെ അനുകൂലിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം. അതായത് അപ്പൊ അവർ പറയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പസ് പൊളിറ്റിക്സ് ഉള്ള സംസ്ഥാനത്തിൽ ഒന്നാണ് കേരളം. പലരും അഭിമാനം കൊള്ളും, ഓ എന്റെ ദൈവമേ, ഞങ്ങളുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലി ഉന്നതിയിലുള്ള ആൾക്കാരാണ്, അവർ ഭയങ്കര രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരാണെന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ തന്നെ കണക്കാണ്. അത് പറയാൻ എനിക്കൊരു മടിയില്ല കേട്ടോ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ ലോകത്തിലുള്ള പല നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമല്ല. എനിക്കൊന്ന് ടോപ്പ് 100 പോലും ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. അങ്ങനെയുള്ള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ 10 പോലും നമ്മുടെ നല്ല കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ പെടുന്നില്ല. കേരളത്തിലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന 100% ലിറ്ററസി റേറ്റ് ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നമ്മളുടെ പല മേഖലകളിലും നമ്മൾ മുന്നിലൊക്കെയാണ്.
മറ്റ് സ്റ്റേറ്റുകളായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നും ഞാൻ ഇവിടെ എന്റെ വിഷയം എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് കേരളത്തിൽ സംഭവിച്ചെന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അതായിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഇതൊന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജുകളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജുകളൊന്നും ഈ ലിസ്റ്റിൽ വരുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? അതിന് ഉത്തരം വളരെ ലളിതമാണ്. ഈ ബ്യൂറോക്രസിയും പൊളിറ്റിക്സും കേടി നിരങ്ങി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരിത് നശിപ്പിച്ച് വെണ്ണീറാക്കി എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അത് കൂട്ടിപ്പറയുന്നതോ ഒന്നുമല്ല, അതാണ് യാഥാർത്ഥ്യം. ടെമ്പററി മൈഗ്രേഷൻ എന്ന് മാറിയിട്ട് ഒരു പെർമനന്റിലേക്ക് അവിടെ തന്നെ PR എടുത്ത് നിൽക്കാനാണ് ആൾക്കാർക്ക് താല്പര്യപ്പെടുന്നത്. അതിന്റെ കാരണത്തിലേക്കാണ് ശരിക്ക് നമ്മൾ വരേണ്ടത്. ഈ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പഠിക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നമില്ല, അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വേറെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഈ കേരളത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ശരാശരി ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെയൊക്കെയാണ്. 2018-19 കണക്ക് പ്രകാരം അമേരിക്കയിലെ സമ്പദ്ഘടനയ്ക്ക് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവന എന്ന് പറയുന്നത് $760 കോടി. അതായത് ശരാശരി ഒരു മലയാളി വിദ്യാർത്ഥി, അത് കേരളത്തിന് പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലായിക്കോട്ടെ, പഠിക്കാൻ പോകുന്നതിന്റെ ചെലവ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ് ശരാശരി. ഈ 15 ലക്ഷം രൂപ ഈ പോകുന്നതൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്. ഇവരെങ്ങനെയാണ് ഈ 15 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? സ്ഥലം വിറ്റോ ബാങ്ക് ലോൺ എടുത്തോ ഇവർ കൊണ്ടുപോയി അന്യ സംസ്ഥാനത്ത് കൊണ്ട് പൊട്ടിക്കുകയാണ്. അതിന്റെ ഗുണം കിട്ടുന്നത് അന്യ സംസ്ഥാനങ്ങൾക്ക്, അന്യ രാജ്യങ്ങൾക്ക്. ഇപ്പൊ അമേരിക്കയ്ക്കൊക്കെ അതുകൊണ്ട് എത്ര കോടിയുടെ നേട്ടം ഉണ്ടായെന്നൊക്കെ അത് പറയുന്നുണ്ട്. ഞാനിപ്പോ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ പറയാൻ തുടങ്ങിയ കുറെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പണം ഇങ്ങനെ കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഇതിന്റെ ഉത്തരവാദി ഈ തമിഴ്നാട്. ഈ പറയുന്ന പോലെ വലിയ സംഭവമുള്ള സ്റ്റേറ്റ് ഒന്നും അല്ല. കർണാടകയും അല്ലെങ്കിൽ തെലുങ്കാനയും ഒന്നും ഈ പറയുന്ന പോലെ വലിയ സംഭവമൊന്നുമല്ല. അവര് നമ്മളെ പോലെ വലിയ അതിബുദ്ധിമാന്മാരാണെന്ന് അവകാശപ്പെട്ടൊന്നുമില്ല. അവര് നാടിനൊത്തങ്ങ് നീങ്ങി, എത്രയേ ഉള്ളൂ. നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്പർ 1 ആണ്, ഭയങ്കര ബുദ്ധിയാണ്, ബുദ്ധി മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ അവനൊക്കെ മോശം എന്നൊക്കെ പറഞ്ഞ് എന്തിനും ഏതിനും കൊടിയും പിടിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, വിദ്യാഭ്യാസ മേഖലയിൽ ആ വിഷയത്തെപ്പറ്റി ഞാൻ പറയാൻ കുറെ ഉണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? പ്രൈവറ്റ് കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ തുടങ്ങാൻ നേരത്ത് നമ്മൾ കൊടിയും പിടിച്ച് നശിപ്പിച്ചു. അത് തുടങ്ങേണ്ട സമയത്തൊന്നും തുടങ്ങിയില്ല. അതങ്ങനെ ഒരു വഴിക്കാക്കി. അങ്ങനെ പ്രൈവറ്റ് കോളേജുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ തുടങ്ങി. തമിഴ്നാട്ടിലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ അവസരം കണ്ട് തമിഴ്നാട്ടുകാർ ഇഷ്ടംപോലെ കോളേജുകൾ ഉണ്ടാക്കി. ഇതൊന്നും അങ്ങനെ ഈ പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള നിലവാരമുള്ള കോളേജൊന്നും ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും കേരളത്തിലുള്ള ഒരു സർക്കാർ സംവിധാനത്തിലും ഒരുത്തിനും പഠിക്കണ്ട, എല്ലാവർക്കും പുറത്തു പോയി പഠിച്ചാൽ മതി. ഇവിടെ നിന്ന് കാശിന്റെ ഒരു ഒഴുക്കും തുടങ്ങി. ഇതല്ലേ സംഭവിച്ചത്? ഇനി ഇതെല്ലാം മറന്ന് ഇവിടെ പഠിച്ച്, കേരളത്തിൽ തന്നെ പഠിച്ച്, ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് പഠിച്ച് ഇവിടെ ജോലി നേടുന്നവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 8,000 രൂപ മുതൽ ഒരു 15,000 രൂപ വരെയാണ്. അപ്പം ഞാനൊരു ട്രോൾ വീഡിയോയിലൊക്കെ കണ്ട പോലെ ഇവിടെ പണിക്ക് വരുന്ന ബംഗാളികൾക്ക് ഇതിലും ശമ്പളമുണ്ട്. നമുക്ക് കിട്ടുന്നത് 5,000, 6,000 രൂപയും ഇങ്ങനെയൊക്കെ എന്ന് പറയുന്ന ഒരുപാട് ട്രോൾ വീഡിയോ ഒക്കെ ഇപ്പം സ്ഥിരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ 8,000 മുതൽ 15,000 രൂപ വരെ ശമ്പളത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിച്ചു പോകാൻ സാധിക്കുന്നത്? പോസിബിളേ അല്ല. അതെന്തുകൊണ്ടാണ് ഈ 8,000 രൂപ 15,000 രൂപ വരെയൊക്കെയുള്ള ശമ്പളം ഈ പല മേഖലകളിലും കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെയുള്ള കമ്പനികൾ അതുപോലത്തെ കമ്പനികളേ ഉള്ളൂ. അവർക്കുള്ള പ്രൊഡക്ടിവിറ്റി അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ബിഗ് മണി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, ബിഗ് മണി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിലേക്ക് വരുന്നില്ല. അതിന് ഒരുപാട് ഫാക്ടർ ഉണ്ട്. അതിൽ നമ്പർ 1 ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സ് ആണ്. കുറെ വിവരമില്ലാത്ത ആളുകൾ നമുക്ക് വേണ്ടി കുറെ പോളിസികൾ ഉണ്ടാക്കി, കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച്, ഈ ഉണ്ടാക്കിയവന്മാർ വിചാരിച്ചു അവന്മാരെന്തോ വലിയ സംഭവമാണെന്ന്. ആ പാർട്ടിയിലും ആ സിദ്ധാന്തത്തിലും വിശ്വസിച്ച ആൾക്കാർ വിചാരിച്ചു ഓ കേരളം ഇപ്പൊ പൊളിച്ചടങ്ങുമെന്ന്. പക്ഷെ എന്ത് സംഭവിച്ചു? 30 വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ 25 വർഷങ്ങൾക്ക് ഇപ്പുറം പിള്ളേർ മൊത്തം നാടും വിട്ടു, രാജ്യവും വിട്ടു. ഇവിടുന്ന് ലോൺ ചെയ്ത് ബാങ്ക് കൊടുത്ത് സ്ഥലവും വിറ്റ് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ഭരിച്ച് നമുക്ക് വേണ്ടി നിയമം ഉണ്ടാക്കിയവന്മാര് എത്രമാത്രം വിവരദോഷികളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെയോ അങ്ങനെ പറയാനാണെങ്കിൽ ചില പാർട്ടികൾക്കൊക്കെ അതിൽ വലിയ മുൻകൈ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ചില തീരുമാനങ്ങൾക്ക് അത് എടുക്കേണ്ട സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിന്റെ ദൂഷ്യവശം ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിഷയത്തിലേക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, ഞാൻ വരാം. നമുക്ക് കുറച്ചുകൂടെ വീഡിയോ കാണിക്കാനുണ്ട്. പിന്നെ ഇതിൽ വേറെ സുനൈന എന്ന് പറയുന്ന ഒരു ലേഡി കൂടെ ഈ പരിപാടിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പുറത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേഡീസിന് കിട്ടുന്ന കുറച്ച് ഫ്രീഡവും കാര്യങ്ങളും ബാംഗ്ലൂർ പോലെയുള്ള ടൗണുകളിലും അതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിനെ പറ്റി കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ കുട്ടികൾ എങ്ങനെ പുറത്തേക്ക് പോയി എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഇരുന്നുകൊണ്ട് മാത്രം
സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ അപ്പൊ ആ സുനൈനയുടെ വാദങ്ങൾ അതൊക്കെ വളരെ റെലവെന്റ് ആയിട്ടുള്ള വാദങ്ങളാണെങ്കിൽ ഞാൻ കൂടുതൽ അതിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളുടെ നാട്ടില് കേരളത്തില് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇല്ല. നിങ്ങൾക്ക് ഇനി ഒരു പുതിയ അറിവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇന്ത്യയിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലും ഗോവയിലും മാത്രമേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇല്ലാത്തതുള്ളൂ. ബാക്കി എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ ഗോവ പോട്ടെ ഒരു ഇച്ചിരി ഇല്ലാത്തൊരു സംസ്ഥാനമാണെന്ന് കരുതാം. കാരണം അവരുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഒന്നുമല്ല, അതിനുള്ള സ്ഥലമൊന്നും അവർക്ക് അവിടെ ഇല്ല. അവര് ടൂറിസം ഫോക്കസ് ചെയ്ത് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഗോവ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്ന ലേബൽ ചുമക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആരാണ് അതിന്റെ ഉത്തരവാദി? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അതിന്റെ ഉത്തരവാദി ആരാണെന്ന്. ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു 35 കൊല്ലം മുന്നേ കൂത്തുപറമ്പ്, എനിക്ക് തോന്നുന്നു 1994 തോന്നുന്നു, കൂത്തുപറമ്പ് പോലീസ് ഫയറിംഗ് എന്നൊക്കെ പറഞ്ഞ് ഫേമസ് ആയ ഇൻസിഡന്റ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പം ഈ അടുത്തിടയ്ക്ക് അതിൽ വെടിയേറ്റ് സ്പൈനൽ കോഡൊക്കെ ഡാമേജ് ആയി തളർന്നു കിടന്നിരുന്ന പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ മരിച്ചു പോയതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വ്യക്തികൾക്കൊക്കെ അവർ പാവങ്ങൾ, അവരൊക്കെ ഇതിന്റെ ഇരയാക്കിപ്പെട്ടതാണ്. കുറെ ബുദ്ധിജീവികൾ എന്ന് കരുതുന്ന വിവരമില്ലാത്തവന്മാര് ഒരു സമയത്തിരുന്ന് അങ്ങ് തീരുമാനിക്കുകയാണ്, വേണ്ട കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒന്നും വേണ്ട, ഇവിടെ ഉള്ള ഈ സർക്കാർ യൂണിവേഴ്സിറ്റികളും കോളേജുകളൊക്കെ ഞങ്ങൾ അങ്ങ് റെഡിയാക്കി ഇരുത്തോളാം, ഇവിടെ പ്രൈവറ്റ് ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇതെല്ലാം. കുറെ ആളുകൾ മരിച്ചു. അന്ന് കോൺഗ്രസ്സുകാരാണെന്ന് അതെ, MV രാഘവൻ, അതായത് അപ്പൊ റിപ്പോർട്ടറിന്റെ പണ്ടത്തെ ഓണറായിരുന്ന MV നികേഷ് കുമാറിന്റെ അച്ഛനായ MVR എന്ന് പറയുന്ന അന്നത്തെ കോൺഗ്രസിന്റെ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസത്തെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു പ്ലാനുമായി വന്നപ്പോൾ നഖശികാന്തം എതിർത്തത് ഈ CPM ആയിരുന്നു അന്ന്. അപ്പൊ എന്ന് പറഞ്ഞു ഇതിന്റെ എല്ലാത്തിന്റെയും അവസ്ഥ CPM മാത്രമാണെന്നൊന്നും ഞാൻ പറയുമല്ല. പാർട്ടി അന്നെടുത്ത തീരുമാനം അതിന്റെ ഒരു അനന്തര ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹയർ എഡ്യൂക്കേഷനിൽ വന്ന ഫുൾ മൂല്യച്യുതി. ഒരാൾക്ക് ഇവിടെ പഠിക്കണ്ട, പഠിച്ചവർക്ക് ഇവിടെ ജോലിയില്ല, ജോലി ഉള്ളവർക്ക് തുച്ഛമായ ശമ്പളം, പിള്ളേരൊക്കെ പുറത്തേക്ക് പോകുന്നു, അതിന്റെ കൂടെ കുറെ പണം പോകുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു സ്ഥലമായി നമ്മുടെ കേരളത്തെ മാറ്റിയത് ഈ ഒരു ഒറ്റപ്പെട്ട തീരുമാനമാണ്, അതിലൊരു സംശയവും വേണ്ട. ഇനി എന്ത് സംഭവിച്ചു? 35 വർഷത്തിന് ശേഷം ഇക്കണ്ട കോടികളും ലക്ഷക്കണക്കിന് കോടികളും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടുന്ന് പോയി. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇവിടുന്ന് അതായത് ആദ്യത്തെ IT പാർക്ക് എവിടെയാണെന്ന് അറിയാലോ, നമ്മൾ ടെക്നോ പാർക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് 0 മുന്നോട്ട് നീങ്ങിയിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനം ഇങ്ങനെ പിള്ളേരൊക്കെ പുറത്തു പോയി പഠിക്കുന്നു, പണം അതിന്റെ പുറകെ പോകുന്നു. അല്ലെങ്കിൽ വ്യവസായമൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി, വിദ്യാഭ്യാസമല്ല വ്യവസായം കൈകാര്യം ചെയ്യുന്ന മന്ത്രി, പുള്ളിക്കാരൻ എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും പറയും കണ്ടില്ല IBM വന്നു. കുറെ കാലമായി ഞാനിത് കേൾക്കുന്നു. അതുപോലെ IBM-ന്റെ കഥ പറയാനുണ്ട്. ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇവിടെ ഞാൻ താമസിക്കുന്ന എന്റെ ഏരിയയുടെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ കഴിഞ്ഞൊരു 4 കൊല്ലത്തിനുള്ളിൽ മിനിമം ഒരു 200 കമ്പനികളും വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. ഒരു 5 IT പാർക്കും വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ദൂഷ്യവശങ്ങൾ അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് കേട്ടോ. കാരണം ഇത്രമാത്രം കമ്പനികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ അഫോർഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നഗരത്തിനുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം. അപ്പൊ അവിടുത്തെ ഞാൻ ഇവിടെ എല്ലാം പോസിറ്റീവ് ആണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് കുറച്ചും കൂടെ നാണക്കേടാണ്. ഒരു ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഇവിടെ IBM വന്നു, അവര് ഇത്ര ആൾക്കാർക്ക് ജോലി കൊടുത്തു, ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന മാറ്റം ഒന്നും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണ്, ബാണാസുര സാഗറിന്റെ തീരത്തുള്ള മനോഹരമായ ഒരു റിസോർട്ടിലാണ്. ആ റിസോർട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഇവിടെ ഇത്രയും ഗംഭീരമായ ഫെസിലിറ്റികൾ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹത്തോട് കഥകൾ ഞാൻ ചോദിച്ചു. അദ്ദേഹം വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞത് ഉണ്ടാക്കാൻ വേണ്ടി 2008 മുതൽ 2021 വരെ ഓരോ ഓഫീസിലും ഒരു 150-200 തവണ വീതം കയറി ഇറങ്ങുകയും കേസ് നടത്തുകയും നിരന്തരം പോരാടുകയും ഫോറസ്റ്റേഴ്സ്, റവന്യൂ മുതൽ 100,000 കാര്യങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ 2021 എത്തിയിട്ടും അവർക്ക് കറണ്ട് കിട്ടിയിട്ടില്ല. 24 മണിക്കൂറും ജനറേറ്റർ വെച്ചിട്ടാണ് അവിടെ വൈദ്യുതി അവിടത്തേക്ക് ആ മുറികളിലേക്ക് ആവശ്യമുള്ള ഫെസിലിറ്റികൾ ഒരുക്കുന്നത്. എയർ കണ്ടീഷണർ മുതലും ആ ഫെസിലിറ്റികൾ ഒരുക്കുന്നത്. അപ്പൊ ഈ ഇങ്ങേര് പറഞ്ഞ കഥ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്ത് പിന്നെ മുമ്പോട്ട് പോയി നിങ്ങൾ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഷ്ടകാലത്തിന് വേറൊരാളെ കൂടി ഇതിന്റെ പാർട്ണറാക്കി. അയാൾ മര്യാദയ്ക്ക് ദുബായിൽ ബിസിനസ് ചെയ്തിരുന്നയാളാ. അയാൾക്ക് ലോകത്ത് പല രാജ്യങ്ങളിലും ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഞാൻ അയാളെ ക്ഷണിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു, ഞാനും കൂടെ പാർട്ണറായി. കാരണം ഇയാൾക്ക് സ്ഥലമുണ്ട്, മറ്റേ ആൾ ഇൻവെസ്റ്റ് ചെയ്യും. അവസാനം അയാളും കൂടെ പെട്ടുപോയ സ്ഥിതിക്ക് അയാൾ കാശ് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേറെ വഴിയില്ലെന്നായി. ആ ദുബായിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതാണ്ട് 40 രാജ്യങ്ങളിൽ ഇത്തരം സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. ഇതുപോലൊരു വ്യവസ്ഥ 10-15 വർഷം ഞാൻ കാശ് മുടക്കുന്നു, എൻ്റെ എഫേർട്ട് മുടക്കുന്നു, ഇതെല്ലാം ചെയ്തിട്ട് ഒരു കാര്യം നടത്താൻ ചുറ്റുമുള്ള ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ നമുക്ക് എതിര് നിൽക്കുകയും
അവരെ എല്ലാം എന്താണ് നേരിട്ട് അതിജീവിച്ച് ഒരു സംരംഭം ആരംഭിക്കുകയും ചെയ്യുന്ന സ്ഥിതി ലോകത്തൊരിടത്തും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നു. നമ്മുടെ പൊതുവായി ഇന്ത്യയുടെ അവസ്ഥയെ പറ്റിയാണ് പറയണത്. അപ്പോൾ ഒരു റിസോർട്ട് തുടങ്ങിയ ഒരാളുടെ കഥ നിങ്ങൾ കേട്ട് കാണും. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഓവർലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം. എന്തിനാണ് ഈ ഓവർലി കോംപ്ലിക്കേറ്റഡ്? നമ്മുടെ നാട്ടിലും ഉണ്ട്, കേരളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. എല്ലാം സേഫ് ആയിട്ട് പോകണം, ഫുള്ളി സേഫ്. ഒരു റിസ്ക് കൊടുക്കില്ലാത്തവന് ഒരു നേട്ടവും കിട്ടില്ല. അതിന്റെ ഭാഗമായി നമ്മൾ ഇങ്ങനെ സിസ്റ്റത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ വെക്കും. അവസാനം ഒരു പേപ്പറും നീങ്ങില്ല, ഒരു സംഭവം നീങ്ങില്ല. പറയുമ്പോൾ എന്താണ്, ഓക്കെ ഇവിടെ ഇത്ര സേഫ്റ്റി മെക്കാനിസംസും സുരക്ഷയൊക്കെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ? ഒരു പരിപാടി ഇവിടെ നടക്കത്തുമില്ല. ഇങ്ങനെ ഓവർലി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച സിസ്റ്റമാണ് നമ്മൾ തിരിച്ചറിയെങ്കിലും വേണം. പലർക്കും ആ തിരിച്ചറിവില്ലെന്നുള്ളതാണ് വസ്തുത. കേരളത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യ അഡ്മിഷൻ ടെസ്റ്റിൽ കേരളം നിർബന്ധമായി എടുക്കേണ്ടി വരുന്ന കുറച്ച് കുട്ടികൾ ഒഴിച്ചാൽ കേരളത്തിലേക്ക് സ്വമേധയാ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വരുന്നില്ല? നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ എന്നത് അതൊരു വലിയ ബബിളാണോ? നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം തന്നെയാണ്. ഇപ്പൊ പുള്ളി അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. എന്തുകൊണ്ട് പുറത്തെ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നില്ല? ഇവിടെ നല്ല ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ സംസ്കാരം മോശമായി? നമ്മളിവിടെ ആക്രമണവും കൊലയും ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊന്നും അല്ലല്ലോ ആൾക്കാർ വരാത്തത്. അപ്പൊ എന്താണ് പ്രശ്നം? ഇവിടെ വന്നിട്ടൊരു കാര്യമില്ല, ഇവിടുത്തെ കോളേജുകളിൽ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ജോലി കിട്ടില്ല, കേരളത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ശമ്പളം കിട്ടില്ല. അപ്പൊ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങോട്ട് വരാത്തത്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ ശമ്പളം കൂടുതൽ കിട്ടും, നല്ല കോളേജുകളുണ്ട്. കോളേജുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർക്കാർ കോളേജൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും അവിടെയുള്ള പ്രൈവറ്റ് കോളേജുകളെ തടഞ്ഞില്ല. ഞങ്ങളങ്ങ് മറിച്ചോളാം, ഞങ്ങളുടെ സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അങ്ങ് മറയ്ക്കുമെന്ന് കരുതിക്കൊണ്ട് അങ്ങനെ വലിയ അതിബുദ്ധി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവർ ഇതിനെയൊന്നും തടഞ്ഞില്ല. അതിന്റെ ഭാഗമായിട്ട് നല്ല കഴിവും വിവരമുള്ള ഒരു പുതിയ കോളേജുകൾ തുടങ്ങി. അവർക്ക് ഓടിക്കാൻ പറ്റുന്ന വരുമാനത്തിലുള്ള ഫീസ് സ്ട്രക്ചറൊക്കെ അവർ അവിടെ അങ്ങ് പ്ലാൻ ചെയ്തു. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ പിള്ളേർ അവിടെ പോയി പഠിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ഇതുപോലെ പ്രൈവറ്റ് കോളേജുകൾ തുടങ്ങുന്നതിന് എന്തായിരുന്നു തടസ്സം? ഇവർ പറഞ്ഞെന്താണെന്നറിയോ? ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു CPM പരമോന്നത നേതാവ് ആ കാലത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്, അതായത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സർക്കാർ മേഖലയെ തകർക്കുമെന്ന്. എന്നിട്ട് തകർന്നു. ആര് തകർന്നു? വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും തകർന്നു. അവസാനം ഉണ്ടായിരുന്ന പിള്ളേരും കൂടെ നാട് വിട്ടു. ഇതാണ് അവസാനം സംഭവിച്ചത്. അപ്പൊ ഇത്രമാത്രം വിവരമില്ലാത്തവരും ഭാവി എന്തെന്ന് കാണാൻ സാധിക്കാത്തവരുമാണ് നമുക്ക് വേണ്ടി അന്നും ഇന്നും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചോറാവും, ഒരു സംശയം വേണ്ട. പല ആളുകൾക്കും ഈ വിഷയം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ, ഞാനിപ്പോ അതിലൊന്നും ഇടപെടണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ചർച്ചയിൽ പൊതുവായിട്ട് ഉയർന്നു വന്ന വേറൊരു സംഭവമാണ് ഇപ്പം ഞാൻ ഈ സംഭവമൊക്കെ പറയുമ്പോൾ ചില പാർട്ടി അടിമകളൊക്കെ വന്നിട്ട് താഴെ തെറി വിളിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് കേരളത്തിന്റെ മറ്റു പല കേരളത്തിന്റെ എല്ലാവരുടെയും കയ്യിൽ ഭയങ്കര കാശാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. കേരളത്തിന് പൊതുവായിട്ട് കുറച്ച് മേന്മയുണ്ട് എന്നുള്ളത് നിഷേധിച്ചുകൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത്. അപ്പൊ മറ്റു പല സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കേരളത്തിന് ചില അഡ്വാൻറ്റേജുകൾ തുടക്കം മുതൽ അല്ലെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുതൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ, നമ്മളുടെ ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അൺമാച്ചബിൾ ആണ്. എന്ന് പറഞ്ഞാൽ കർണാടകയ്ക്കില്ല, തമിഴ്നാടിനില്ല, ഉത്തർപ്രദേശിനോ മധ്യപ്രദേശിനോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പൊതുവായ ഭൂപ്രകൃതി ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് മഴ കിട്ടുന്ന സ്ഥലമാണ്, നമ്മൾക്ക് ഇഷ്ടം പോലെ പുഴകളുള്ള സ്ഥലമാണ്, വെള്ളത്തിന് സ്കേർസിറ്റി ഉള്ള സ്ഥലമല്ല. നിങ്ങൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോയി നോക്കൂ, അവിടെ കൃഷി യോഗ്യമായ സ്ഥലങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ കൃഷി ചെയ്യാൻ അധ്വാനിക്കാൻ കഴിവുള്ളവന് ഇവിടെ കൃഷി ചെയ്യാൻ കേരളത്തിൽ എളുപ്പമാണ്. നമുക്ക് വനമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട്, നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലാവസ്ഥ അനുകൂലമായി നിലപാട്, നമുക്ക് ഇഷ്ടം പോലെ കടൽ തീരമുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും സമ്പന്നമായ ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതിലുപരിയായിട്ട് ഈ ഗൾഫ് ബൂം വന്ന സമയത്ത് ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിന് കിട്ടുന്നതിനേക്കാളും ഒരു അഡ്വാൻറ്റേജ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം. അത് വേറെ ഒന്നുകൊണ്ടല്ല, നൂറ്റാണ്ടുകൾക്ക് മുന്നേ പ്രത്യേകിച്ച് നമ്മുടെ ഉത്തര കേരളം അങ്ങനെയുള്ള ആ ഭാഗത്തുള്ള ആളുകളുമായിട്ട് ഈ അറബികൾക്ക് കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു കോണ്ടാക്ട് നിലനിർത്തിയിരുന്നു ഈ രണ്ട് സമൂഹങ്ങൾ. അപ്പൊ ഗൾഫിൽ ഒരു ബൂം വന്നപ്പോൾ അവർക്ക് ചീപ്പായിട്ട് ലേബറിന് ആൾക്കാരെ വേണ്ടി വന്നപ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം പോയത് എന്നാ പിന്നെ
ഈ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടെ എന്നുള്ള രീതിയിൽ കേരളക്കാർക്കാണ് ആ ഓപ്പർച്യൂണിറ്റി ആദ്യം കിട്ടിയത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കിട്ടുന്ന കൂലിയുടെ 10 ഇരട്ടിയും 5 ഇരട്ടിയും കൂടുതൽ കിട്ടാൻ തുടങ്ങി. അങ്ങനെ പണം ഇവിടെ വന്നു. അങ്ങനെയാണ് കേരളത്തിന് ഈ കാണുന്ന പ്രോഗ്രസ് ഒക്കെ ഉണ്ടായത്, ഫിനാൻഷ്യൽ പ്രോഗ്രസ് ഉണ്ടായത്. അതല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വിപ്ലവകരമായ ഒരു തീരുമാനം എടുത്ത് മറച്ചു വെച്ചതല്ല ഇന്ന് കാണുന്ന കേരളത്തിന്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത്. നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, കേരളത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു ഇതുണ്ട്. നമ്മുടെ ഒരു ക്ലൈമറ്റ്, നമ്മുടെ ഭൂപ്രകൃതി ഇതൊക്കെ റിച്ച് ആണ് ബൈ ഡിഫോൾട്ട് തന്നെ. ഇനി ഈ ഗൾഫ് ബൂം വന്നപ്പോൾ മറ്റൊരു സംസ്ഥാനത്തിനും കിട്ടാത്തൊരു എഡ്ജ് നമുക്ക് കിട്ടി. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് കേരളം മുന്നിട്ട് നിന്നിരുന്നത്. എന്നാൽ ഈ പറയുന്ന ആ മുന്നിട്ട് നിന്നിരുന്നു എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഇന്ന് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും സപ്പോർട്ട് ഇല്ലാതെ കേരളം ആർജിച്ചെടുത്ത ഒരു വികസനമുണ്ട്, ഒരു ഡെവലപ്മെന്റ് ഉണ്ട്, ഒരു ഉന്നതിയുണ്ട്. ഇനി അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ലിറ്ററസി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പല യൂണിവേഴ്സിറ്റികളും കോളേജുകളും, CMS കോളേജ് ഉൾപ്പെടെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പഠിച്ച ബ്രണ്ണൻ കോളേജ് ഉൾപ്പെടെ, ഈ കോളേജുകളൊന്നും ഇവിടുത്തെ സർക്കാരുകൾ തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റികളൊന്നും ഇവിടുത്തെ സർക്കാർ തുടങ്ങിയതല്ല. ഇതെല്ലാം ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 1780കളിലോ 90കളിലോ എന്ന് പറഞ്ഞാൽ 300-400 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടില് കോഴിക്കോട് എവിടെയോ, ആ സ്കൂളിന്റെ പേര് ഓർമ്മയില്ല, സെന്റ് ജോസഫ്സ് എന്നോ മറ്റോ ആണ് ആ സ്കൂളിന്റെ, അതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയ സ്ഥലമാണ് കേരളം. അത് ബ്രിട്ടീഷുകാരുടെ ഡച്ചുകാരുടെ ഒക്കെ കാലത്ത്. അപ്പൊ ഈ രീതിയിൽ മിഷണറി പ്രവർത്തനം ആദ്യമായിട്ട് തുടങ്ങിയ സ്റ്റേറ്റുകൾ, അത് ഇവിടെ തുടങ്ങിയ പോലെ തന്നെ 1-2 സ്റ്റേറ്റുകൾ വേറെ ഉണ്ട്. പക്ഷെ എന്നാലും കേരളത്തിൽ ആണ് ആദ്യം ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിദ്യാഭ്യാസം നേരത്തെ കിട്ടി മറ്റു പല സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നതിനേക്കാളും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു തുടക്കം. അതിപ്പോ നമ്മളിപ്പോ റണ്ണിങ് ഒരു 100 മീറ്ററിന്റെ ഓട്ടം ഇതാണെങ്കിൽ അതിൽ ഒരാളെ പിടിച്ച് നമ്മൾ കുറച്ച് മുമ്പിലിട്ട് ഓടിച്ചാൽ അയാൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അയാൾ മുന്നിലെത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് കേരളത്തിന് കിട്ടി ഈ മേഖലയിലൊക്കെ. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഈ മിഷണറീസിന്റെ വരവ് നമ്മൾ ഒരുപാട് സഹായിച്ചു. ഇനി കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഗൾഫ് ബൂം വന്നപ്പം നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായി, മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇല്ലാത്ത അഡ്വാൻറ്റേജ് ഉണ്ടായി. ഇതൊക്കെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി മുൻകൈ എടുത്തിട്ടുണ്ടായതാണോ? അല്ല. ഇനി ഭൂപ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി വെച്ചതാണോ? അതുമല്ല. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടികൾ നമുക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. അവർ ചെയ്തത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു പുരോഗമനം, കേരളത്തിൽ ഉണ്ടാകുന്ന പുരോഗമനത്തെ അവരെന്ത് ചെയ്തു, തച്ചുടച്ചു. ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം നെഗറ്റീവ് ആണെന്നോ, ഇപ്പൊ ചിലപ്പോൾ കമന്റിലൊക്കെ വന്നു പറയും, അപ്പൊ ഈ പരിപാടി ചെയ്ത് നന്നായില്ലേ, അത് ചെയ്ത് നന്നായില്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞ 100% നെഗറ്റീവ് ആണെന്നൊന്നുമല്ല. പക്ഷെ സ്വാഭാവികമായി നമ്മൾ നേടിയെടുക്കേണ്ട ഒരു വികസനം പോലും പല മുരടി അല്ലെങ്കിൽ പല പിന്നോക്കപരമായ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന പാർട്ടികളും അവരുടെ നേതാക്കളും കൊണ്ട് തൊലച്ചു കളഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ ചർച്ചയിൽ ഇതില് ആരാ പറയുന്നത് ഞാൻ ഓർക്കുന്നില്ല, അതിൽ വന്ന ഒരു ആശയമാണ്, ഇപ്പൊ പാലായിലും കോട്ടയത്തും എറണാകുളത്തും മൂവാറ്റുപുഴയിലും, അങ്ങനെ പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും അല്ലെങ്കിൽ തെക്ക് കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളും വീടുകളും വെറുതെ കിടക്കുവാണ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കൂപ്പുകുത്തി. നിങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കും, ഇപ്പൊ സ്ഥലക്കച്ചവടം എങ്ങനെയുണ്ട്, റേറ്റ് എങ്ങനെയുണ്ട്, കഴിഞ്ഞൊരു 15-20 കൊല്ലമായിട്ട് റേറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കുക, എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്തുകൊണ്ടാ ഈ റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണ് പൊളിയുന്നത്? ഇവിടെ ആർക്കും ഇങ്ങോട്ട് വരണ്ട, ഇവിടെ നിന്നുള്ളവർക്കൊക്കെ വിറ്റിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ റിയൽ എസ്റ്റേറ്റ് പൊളിയില്ലേ? അപ്പൊ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ BBC പോലെയുള്ള ഒരു മാധ്യമം, എനിക്ക് തോന്നുന്നു കോട്ടയത്തോ സംതിങ് തിരുവല്ലയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയോ ഒരു ഇന്റർവ്യൂ അല്ല, ഒരു ഡോക്യുമെന്ററി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ഡോക്യുമെന്ററിയിൽ കാണിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു ഗ്രാമത്തിൽ ഫുൾ അടഞ്ഞു കിടക്കുന്ന വീടുകളാണെന്നും അവിടെയുള്ളത് മൊത്തം വാർദ്ധക്യത്തിൽ വന്ന ആൾക്കാരാണെന്നും അവരുടെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ പുറത്തുപോയി പഠിക്കുകയാണെന്നുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അതുവരെ ഇന്ന് കാണാൻ പറ്റും. ഈ അർമേനിയ പോലുള്ള ചില രാജ്യങ്ങളിലാണ് നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ അവസ്ഥ, അതായത് അടഞ്ഞു കിടക്കുന്ന വീടുകളും ആർക്കും വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത സ്ഥലവും വീടും ഒക്കെ ഉള്ള കഥകൾ അർമേനിയയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സന്തോഷ് ജോർജ് കൊളങ്ങരയുടെ വിവരണത്തിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോഴെന്നല്ല കുറെ കാലമായിട്ട് കേരളത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കുറെ വിവരം കെട്ട ആളുകൾ വന്ന് കുറെ വിവരം കെട്ട നിയമങ്ങൾ എഴുതി വെച്ച് നമുക്ക് ഉണ്ടാക്കി തന്ന സംഭവമാണിത്. ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നമ്മളൊന്നിനും കൊള്ളത്തില്ല. നമ്മൾ നമുക്ക് വേണ്ടിയുള്ള കുഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ അതിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ വീഡിയോയിലുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റി ഞാൻ പറഞ്ഞില്ല. അത് 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണണം. അത് നമ്മളെയൊക്കെ ഡയറക്ട്ലി ബാധിക്കുന്ന വിഷയങ്ങളാണ് അതിലുള്ളത്, ബാധിച്ചുകൊണ്ടിരിക്കുന്ന. ഇതൊക്കെ
കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പൊ ഓൾറെഡി അതിന്റെ നിയമങ്ങളൊക്കെ 30 കൊല്ലങ്ങൾക്ക് ശേഷം വന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ തുടങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 4 കൊല്ലം മുന്നേ, എനിക്കറിയില്ല കൃത്യമായിട്ട് എന്നാണ് അതൊക്കെ ഒപ്പിട്ടതെന്ന്. അതായത് 35 കൊല്ലം മുന്നേ എടുത്ത തെറ്റായ തീരുമാനം 30 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ തിരുത്തി. എന്ത് കാര്യം? അതിന്റെ നേട്ടങ്ങളൊക്കെ ആമ്പിള്ളേർ കൊണ്ടുപോയി. ഇനി എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പോഴെങ്കിലും അതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഇനി ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുക്കാൻ പാടില്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിനു മുന്നേ നമ്മളുടെ ഹൈവേ വന്നു. ഏതൊരു സാമാന്യ ബോധമുള്ളവെന്ന് അറിയാം ഹൈവേക്ക് മാക്സിമം വീതി വേണം. അതിനുവേണ്ടി കുറച്ചൊക്കെ സ്ട്രഗിൾ എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല സ്ഥലമൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് വില കൂട്ടി കൊടുത്തിട്ടാണെങ്കിലും ആ സ്ഥലമൊക്കെ നമ്മൾ അക്വിസിഷൻ നടത്തണം. അതാണ് അതിന്റെ ബോധമുള്ളവന് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ഗവൺമെന്റുകൾ യുനാനിമസ്ലി എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ 60 മീറ്റർ വേണ്ട, 45 മീറ്റർ മതി, അല്ലെങ്കിൽ 30 മീറ്റർ ആണെങ്കിലും ഓക്കെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇതേപോലെയാണ് പല വിഷയത്തിലും നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ തീരുമാനിക്കുക, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു വിഷയം അത് ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, അപ്പൊ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ആരെങ്കിലും ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു കാര്യമില്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നവന്മാരെയൊക്കെ പിടിച്ച് അടിച്ചോടിക്കണം. അവന്റെയൊക്കെ ഉദ്ദേശം, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. എന്തിനും ഏതിനും കൊടി പിടിക്കുക. ഇവിടെ നമ്മുടെ ക്യാമ്പസുകളൊക്കെ നശിപ്പിച്ച് കളയുന്നത് ഇങ്ങനെയുള്ള വിദ്യാർത്ഥി യൂണിയനുകളാണ്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ഈ ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 99% വരുന്ന ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ സ്ട്രൈക്കുകൾ എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. ഒരു കാര്യമില്ല, വെറുതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടികളുടെ മൈലേജിന് വേണ്ടി മാത്രം നടത്തുന്നതാണ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷനെ മൊത്തത്തിൽ കുളം തോണ്ടിയത്. അല്ലാണ്ട് ഇവര് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടല്ലോ ഭയങ്കര എന്താണ് പൊളിറ്റിക്കലി ഭയങ്കര വിവരമുള്ളവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഈ പിള്ളേർ പുറത്തേക്ക് പോകുന്നത്? അതിനുള്ള ഉത്തരവ് അവർ പറയണ്ടേ? എന്തുകൊണ്ടാണ് ലോകത്തിലെ നമ്പർ 1, നമ്പർ 2 പോട്ടെ, നമ്പർ 10, നമ്പർ 20, ഈവൻ നമ്പർ 100, ടോപ്പ് 100ൽ വരുന്ന ഒരു കോളേജിന്റെ ലിസ്റ്റ് നോക്കിയാൽ പോലും കേരളത്തിൽ ഒരു കോളേജ് ഇല്ലാത്തത്? നിങ്ങൾ ഇത്ര മിടുക്കന്മാരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതൊന്നും സാധിച്ചില്ല. നിങ്ങളെ കൊണ്ട് മൊത്തം നശിപ്പിച്ച് പൂട്ടിക്കാനേ സാധിച്ചുള്ളൂ, അല്ലെ? അപ്പൊ ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വിഷലിപ്തമായ കാര്യമാണ്. അത് ഏതെങ്കിലും കോളേജിൽ സ്ട്രോങ് ആയിട്ട് ക്യാമ്പസ് പൊളിറ്റിക്സ് ഉണ്ടോ ആ കോളേജിന്റെ കാര്യം പോക്കാണ്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യം പോക്കാണ്. അത്രേ എനിക്ക് പറയാനുള്ള വിഷയത്തിൽ. അപ്പൊ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ആ വീഡിയോ കാണാത്തവർ കാണുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു.